രാജ്യസഭയിൽ ഗായകർ പാടിയാൽ മാത്രം സംഗീതം കേട്ടിരുന്ന 500 വർഷം മുൻപത്തെ ആ കാലഘട്ടത്തിലേക്ക് നിങ്ങളൊരു വയർലെസ് ഹെഡ്ഫോണുമായി ചെന്നാൽ എന്ത് സംഭവിക്കും? രാജ്യസഭയിൽ പാട്ടുകാരൻ പാടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ അതൊന്നും കേൾക്കാതെ അങ്ങ് ദൂരെ പോയി നിങ്ങളുടെ ഹെഡ്ഫോണും വെച്ച് പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. പാട്ടിനനുസരിച്ച് നിങ്ങൾ താളവും പിടിക്കുന്നുണ്ട്. ആരും പാടാതെ നിങ്ങൾ എങ്ങനെ താളം പിടിക്കുന്നു എന്ന് കണ്ട് രാജാവ് ഞെട്ടിപ്പോവും. ഒടുവിൽ നിങ്ങൾ ഹെഡ്ഫോൺ ഊരി രാജാവിൻ്റെ ചെവിയിൽ വെക്കുന്നു. ഒരു വരി പാട്ട് കേൾക്കുമ്പോൾ രാജാവ് ഞെട്ടി പിന്നോട്ട് മാറും. എൻ്റെ ചെവിക്കുള്ളിൽ ഒരു ഗായകൻ ഒളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് രാജാവ് പടയാളികളെ വിളിക്കുന്നു. നിങ്ങൾ വോളിയം ഫുള്ളാക്കുന്നു. ബാസ് കൂടുമ്പോൾ രാജാവിൻ്റെ ചെവി വിറയ്ക്കുന്നത് കണ്ട് നാട്ടുകാർ വിചാരിക്കും നിങ്ങളുടെ കയ്യിലുള്ളത് ഇടിമിന്നലിനെ തടഞ്ഞു വെച്ചിരിക്കുന്ന എന്തോ യന്ത്രമാണെന്ന്. ഇത് ദൈവത്തിൻ്റെ ശബ്ദമാണ് എന്ന് പറഞ്ഞ് അവർ നിങ്ങളുടെ മുന്നിൽ വന്ന് ക്യൂ നിൽക്കും. ഓരോരുത്തർക്ക് നിങ്ങൾ ഓരോ പാട്ട് കേൾപ്പിച്ച് കൊടുക്കുമ്പോൾ അവർ വിചാരിക്കും അവരുടെ ഇഷ്ടദൈവം അവരുടെ ചെവിയിൽ വന്ന് പാട്ട് പാടുകയാണെന്ന്. പക്ഷേ ഇതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അങ്ങ് ദൂരെ ഇരുന്നൊരു മന്ത്രി നിങ്ങളെ കളിയാക്കുന്നു. എന്നാൽ ആ മന്ത്രിക്ക് ഒന്ന് കാണിച്ച് കൊടുത്താലെന്ന് ഓർത്ത് നിങ്ങൾ ആ മന്ത്രിക്ക് അടുത്തോട്ട് പോയപ്പോഴാണ് പ്രശ്നം വരുന്നത്. അതായത് നിങ്ങളുടെ ഫോൺ ദൂരെ ഇരിക്കുന്നത്. അപ്പോൾ വയർലെസ് ഹെഡ്ഫോണിൻ്റെ കണക്ഷൻ കട്ടായി പോവുകയാണ്. റേഞ്ച് പോയി പാട്ട് കട്ടാകുമ്പോൾ മന്ത്രി വീണ്ടും നിങ്ങളെ കളിയാക്കുന്നു. പക്ഷേ നിങ്ങൾ വിട്ടുകൊടുക്കുന്നില്ല. നിങ്ങൾ റീകണക്ട് ചെയ്യാൻ നോക്കുന്നു. അപ്പോൾ അവർ വിചാരിക്കും നിങ്ങൾ വായിൽ നിന്ന് സംഗീതം പിടിക്കാൻ ശ്രമിക്കുകയാണെന്ന്. റീകണക്ട് ചെയ്ത് നല്ലൊരു കിട്ടിലം പാട്ട് മന്ത്രിയെ കേൾപ്പിച്ചു കൊടുക്കുമ്പോൾ മന്ത്രി ഞെട്ടിപ്പോകുന്നു. പക്ഷേ ചാർജ് തീർന്ന് ഹെഡ്ഫോൺ ഓഫായിപ്പോയാൽ എന്ത് ചെയ്യും? അത് നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ.